ശിവശങ്കരൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ഭാഗവത സത്ര സമിതി ജനറൽ സെക്രട്ടറി ശ്രീ ടി ജി പത്മനാഭൻ ക്ഷണിച്ചുകൊള്ളുന്നു. സത്രസമിതി ഖജാൻജി ശ്രീ ശ്രീനി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്രസമിതി ജോയിന്റ് സെക്രട്ടറി ശ്രീ സോമകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്രസമിതി കമ്മിറ്റി അംഗം ശ്രീ അംബുജാക്ഷൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്രസമിതി വൈസ് പ്രസിഡന്റ് ശ്രീ നാരായണസ്വാമിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സത്രസമിതി കമ്മിറ്റി അംഗം ശ്രീ സാരംഗധരനെ ക്ഷണിച്ചുകൊള്ളുന്നു. ാണ് നമുക്ക് ഈ ഒരു അസുലഭ നമുക്ക് കിട്ടിയതെന്ന് യോടെ സ്മരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇതിനുവേണ്ടി നൽകിയിട്ടുള്ളതും വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഇവിടെ അധികം പ്രസംഗിക്കാനുള്ള സമയമോ സന്ദർഭമല്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. അത്യധികം സന്തോഷത്തോടും അല്പം ഉത്കണ്ഠയോടുകൂടിയാണ് ചമ്മനാട് ക്ഷേത്രത്തിലേക്ക് ഈ അഖില ഭാരത ഭാഗവത സത്രം അനുവദിച്ച് കിട്ടിയെന്നുള്ള വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും ഭാരിച്ചൊരു ഉത്തരവാദിത്വം പേറാനുള്ള ശക്തി ശ്രീ ശിവശങ്കരൻ കർഷകശ്ശേരി ചമ്മനാട് ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ മുരളീകൃഷ്ണൻ, മറ്റ് വേദിയിലിരിക്കുന്ന സത്ര സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ നാരായണസ്വാമി, ജോയിന്റ് സെക്രട്ടറി സ്വാമി ശ്രീ അംബുജാക്ഷൻ നായർ, ശ്രീ ഷാനാരൻ, മുൻ മാനേജർ പിന്നെ ശ്രീ ബാലകൃഷ്ണ കർത്ത, ഇത് ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയും സമർപ്പണ ബുദ്ധിയും ത്യാഗോജ്വലമായ പ്രവർത്തനവും അത് ഏകീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് ചർച്ച ചെയ്ത് അത് പരസ്പരം കൂടിയാലോചന ശ്രീരാമൻ പോലും രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ വാനര രാജാക്കന്മാരെയും